ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഇന്ന് തുറക്കും. വിവാദത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് സ്കൂൾ അടച്ചത്. 8ാം ക്ലാസ്സുകാരി ഇന്ന് സ്കൂളിൽ എത്തില്ലെന്നാണ് വിവരം. വിഷയത്തിൽ സ്കൂളിനെ രൂക്ഷമായി വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് തേടിയിരുന്നു. സ്കൂളിൽ നിന്ന് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഈ സ്കൂളിന് ഇതിനകത്ത് വീഴ്ച പറ്റി എന്നുള്ളതാണ് DDയുടെ റിപ്പോർട്ട്. ശരൺ, അത് മന്ത്രി ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നു, ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. അത് സ്കൂളിനെയും അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂളിൽ നിന്ന് വിശദീകരണം നൽകണം. വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും അതിൻ്റെ പ്രതികരണവും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും മനസ്സിലാക്കുന്നു. സമാധാനത്തിൽ പോയിരുന്ന സ്കൂളിൻ്റെ അന്തരീക്ഷം തകർക്കുന്നതിന് അത് കാരണമായി എന്നാണ് അറിയുന്നത്. അപ്പോൾ ശരൺ, എന്താണ് സ്കൂൾ അധികൃതരുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നതാണ് സ്കൂൾ അധികൃതരോട്. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ തന്നെ മറുപടി നൽകും എന്നുള്ളൊരു പ്രതികരണമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പള്ളുരുത്തിലെ ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തിലെ സെന്റ് റീത്താസ് സ്കൂളാണ്. ഇവിടേക്ക് ഇപ്പോൾ കുട്ടികൾ വരുന്നുണ്ട്. ഇന്ന് സ്കൂള് തുറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വിവാദത്തെ തുടർന്ന് സ്കൂള് അടച്ചിട്ടത്. ഇതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സുരക്ഷ ആവശ്യപ്പെട്ട്. അങ്ങനെ പോലീസിന്റെ വലിയൊരു സുരക്ഷ, കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഹിജാബ് വിവാദം ഉണ്ടായതിനെ തുടർന്ന് BJP അത് ഏറ്റെടുക്കുന്നു. BJP നേതാക്കൾ ഇവിടെ വരുന്നു. അങ്ങനെ കാര്യങ്ങൾ വഷളാവുന്നതോട് കൂടിയാണ് പിന്നീട് ഹൈബി ഈഡൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി കുട്ടിയുടെ വീട്ടിലേക്ക് എത്തി മാതാപിതാക്കളുമായി സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് DDയുടെ റിപ്പോർട്ട് വന്നിരുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സ്കൂൾ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മൗലികാവകാശമാണ് ഇത്തരത്തിൽ ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ളത്. ആ മൗലികപരമായിട്ടുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സ്കൂൾ അധികൃതർ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറും, വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാവിലത്തെ ഒരു സാഹചര്യമാണ്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് വരികയാണ്. നേരത്തെ വളരെ സമാധാനത്തോട്, വളരെ സമാധാന അന്തരീക്ഷവുമായി മുന്നോട്ട് പോയിരുന്ന ഒരു സ്കൂളായിരുന്നുണ്ടെങ്കിൽ ഈ വിവാദമുണ്ടായതോടുകൂടി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് തന്നെ സ്കൂളിന്റെ പ്രവർത്തനം പഴയ നിലയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായി ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വശത്ത് ഈ വിവാദം ഇന്നലെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിവാദം അത് പിന്നീട് വീണ്ടും അത് ഉടലെടുക്കുന്ന, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ സ്കൂൾ അധികൃതരെ രൂക്ഷമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വിമർശിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടി, അതായത് 8ാം ക്ലാസ്സുകാരി നേരത്തെ ഹിജാബ് ധരിച്ച് എത്തിയതിനെ തുടർന്നുള്ള വിവാദമാണ്. 8ാം ക്ലാസ്സുകാരി ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഇവിടേക്ക് വരും, ഇന്ന് രാവിലെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 8ാം ക്ലാസ്സുകാരി വരുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, അതെന്തായാലും ഇത് കഷ്ടമാണല്ലേ ശരൺ. അവിടെ പോലീസുകാരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് BJP-ക്കാരെങ്കിലും അവിടെ വരുമോ? അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അരുൺകുമാർ, BJP-യുടെ ഇതിനോടുള്ള പ്രതികരണം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലൊരു സൂചന അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ സൂചന നൽകേണ്ടതാണ്. BJP നേതാക്കൾ എത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പഴയ ആ സമാധാന അന്തരീക്ഷം സ്കൂളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അത് ആ നിലയിൽ ഉള്ള പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും BJP വിഷയം ഒരു ഘട്ടത്തിൽ ഏറ്റെടുത്ത് അത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നു. അതിനുശേഷം അത് വലിയ വിവാദമാകുന്നു. അതോടുകൂടിയാണ് ഹൈബി ഈഡൻ MP അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു ശരൺ. എന്തായാലും ആ മിടുക്കിയായ പെൺകുട്ടി തുടർന്നും ഹിജാബ് ധരിച്ചാണ് വരാൻ താല്പര്യമെങ്കിൽ ഹിജാബ് ധരിച്ചു വരിക. ഇനി ഹിജാബ് ധരിക്കേണ്ട, ഞാൻ ഹിജാബ് ധരിക്കാതെ വരാം എന്നുള്ളതാണെങ്കിൽ അത് ആരുടെയും സമ്മർദ്ദത്തിന് പുറത്താവരുത്. അത് ആ കുട്ടിയുടെ മാത്രം താല്പര്യത്തിൻ്റെ പുറത്ത് ആ കുട്ടിക്ക് ആ വസ്ത്രം ധരിച്ച് അവിടേക്ക് വരാൻ കഴിയും. ഹിജാബിൻ്റെ നിറം ഏത് വേണം എന്നൊക്കെയുള്ളത് സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. അതല്ലാതെ ഒരാളുടെ ശിരോവസ്ത്രം അത് മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കാര്യത്തിൽ സുപ്രീം കോടതി പോലും അന്തിമ വിധി പറഞ്ഞിട്ടില്ല എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. കർണാടകയിലെ ഹിജാബ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോലും ഒരു സ്പ്ലിറ്റ് വെർഡിക്റ്റാണ് ഉണ്ടായത്.
ധൂലിയ ജഡ്ജി ഒരു വെർഡിക്റ്റ് പറയുന്നു, ഗുപ്ത ജഡ്ജി മറ്റൊരു വിധി പറയുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഹിജാബ് നിരോധിച്ചിട്ടില്ല സ്കൂളുകളിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മത ആചാരത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ചു വരാൻ ഒരു കുട്ടിക്ക് തോന്നിയാൽ ആ കുട്ടിയെ അനുവദിക്കുക എന്നതല്ലാതെ സ്കൂളിന് മുന്നിൽ മറ്റു വഴികളില്ല. ഇതാണ് ഭരണഘടനാപരമായ പൊസിഷൻ എന്നിരിക്കെ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്കൂൾ അധികൃതർക്കും അത് ബോധ്യമായി എന്നാണ് കരുതുന്നത്. ഈ വിവാദം ഇവിടെ വെച്ചങ്ങ് അവസാനിക്കണം. കുട്ടി പഠിക്കാൻ വരട്ടെ, മിടുക്കിയായിട്ട് അവൾ പഠിക്കട്ടെ. അതിനുശേഷം അവൾ തല ഉയർത്തി തന്നെ, ശിരോവസ്ത്രം ഇട്ടോ ശിരോവസ്ത്രം ഇടാതെയോ, തല ഉയർത്തി തന്നെ നമ്മുടെ മുന്നിലൂടെ അവൾ നടന്നു പോട്ടെ. ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും ടെൻഷനും ഉണ്ടാക്കുന്നില്ല. ഒരു കൊച്ചുകുട്ടിയാണ്. ഈ സമ്മർദ്ദമൊന്നും താങ്ങാനുള്ള ശേഷി ആ പാവത്തിനില്ല. ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് പണ്ട് നമ്മൾ പാടി പഠിച്ചതുപോലെ വായനശാലയിലേക്ക് വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാർ അവിടെ കാണും മതമില്ലാത്തവരും എന്നാണ്. കളിയിടങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ എന്താ കാര്യം? അവിടെ വിവിധ മതക്കാർ വന്നു പഠിക്കും. കലാലയങ്ങളിലേക്ക് വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാർ വന്നു പഠിക്കും മതമില്ലാത്തവരും. ആരായിട്ട് വരും നീ എന്നത് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്. ആ പറഞ്ഞ പാട്ട് നല്ല പാട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന.